7 ലക്ഷം രൂപയ്ക്ക് ഈ 3 വണ്ടികളിൽ നിന്ന് ഏതാണ് നല്ല വണ്ടി? മാരുതി സുസുക്കി സിലേറിയോ, ടാറ്റ ടിയാഗോ, മാരുതി സുസുക്കി ഇഗ്നിസ്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഈ 3 വണ്ടികളിൽ ഏതാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഉള്ളത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ദ ഹോൾ വീഡിയോ. Hey guys, welcome back to RS Pro Wheels. Thanks for sticking around. ഞാൻ ഷോൺ. ഇപ്പൊ ഈ വീഡിയോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം സാധാരണ ഞങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോ പോലെ അല്ല ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ ഒരു സ്വന്തം ഒരു റിക്വയർമെന്റ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഒരു വ്യത്യസ്ത വീഡിയോ ആവാൻ പോകുന്നത്. ഈ ഇടയായിട്ട് എൻ്റെ പേരൻസിന് ഒരു വണ്ടി മേടിക്കേണ്ട ഒരു ആവശ്യം വന്നു. അവരുടെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബഡ്ജറ്റ് ഒരു 5 ലക്ഷം രൂപയാണ് ഇനീഷ്യലി പറഞ്ഞിരുന്നത്. ഈ 5 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് ഒരു AMT വെഹിക്കിൾ തന്നെ വേണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. കാരണം അത്യാവശ്യം പ്രായമുള്ളത് കൊണ്ട് അവർക്ക് ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് അവർക്ക് ഓടിക്കാൻ താല്പര്യമുള്ളത്. കൂടുതൽ സമയം ഒരു പക്ഷേ ഇവിടുന്ന് ട്രിവാൻഡ്രത്തോട്ട്, അതായത് കൊല്ലം ടു ട്രിവാൻഡ്രം ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് വണ്ടി എടുത്തേക്കുന്നത്. പോരാഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 കുട്ടികളുമുണ്ട്. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ 6 പേരെങ്കിലും കാണും വണ്ടിക്കകത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കൊല്ലം ടു ട്രിവാൻഡ്രം ഒരു യാത്ര മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ റിക്വയർമെന്റ്സ് എല്ലാം ആലോചിച്ചിട്ടുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക് വണ്ടി തന്നെ വേണം, അവർക്കും യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കണം അതിനു വേണ്ടിയിട്ട്. എന്നാൽ പക്ഷേ ഇത് 5 ലക്ഷം രൂപയ്ക്കകത്ത് തന്നെ ഇരിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിൽ ആദ്യമേ വന്ന ഒരു വണ്ടി മാരുതി സുസുക്കി സിലേറിയോ ആയിരുന്നു. ബഡ്ജറ്റ് 5 ലക്ഷം രൂപ മാത്രം ഉള്ളതുകൊണ്ട് നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നോക്കാൻ ആദ്യമേ മനസ്സിൽ വെച്ചിരുന്നത്. സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസിന്റെ മാർക്കറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് 30,000 കിലോമീറ്റർ തൊട്ട് 75,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടികൾക്ക് തന്നെ ഏകദേശം 4 ലക്ഷം തൊട്ട് 4.5 ലക്ഷം രൂപ വരെ ഉള്ള ഒരു വിലയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സിലേറിയോയ്ക്ക് പ്രത്യേകിച്ച് AMTക്ക് ഒരു നല്ല റീസെയിൽ വാല്യൂ ഉള്ളതാണ്. അതുകൊണ്ടാണ് പ്രൈസ് ഇത്ര ഹൈ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിയപ്പോഴത്തേക്ക് ഇത്ര കൂടുതൽ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണെങ്കിൽ, അത്ര കിലോമീറ്റർ ഓടിയുള്ള ഒരു വണ്ടിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത്ര എമൗണ്ട് കൊടുക്കുന്നതിൽ നമുക്ക് അത്രയ്ക്ക് താല്പര്യം പോരായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ പിന്നെ ആലോചിച്ചത്, എന്നാൽ പിന്നെ കുറച്ചും കൂടി പൈസ എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് ഒരു പുതിയൊരു വണ്ടി തന്നെ എടുത്താലില്ല. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ശരി, അങ്ങനെയാണെങ്കിൽ സിലറി മാത്രം നോക്കണ്ട, നമുക്ക് ആ സെഗ്മെന്റിൽ കുറച്ചും കൂടി നല്ല വണ്ടികളും ഉണ്ടല്ലോ, അതും കൂടി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ സിലേറിയോ നോക്കി. കൂടാതെ നമ്മൾ പിന്നെ ടാറ്റ ടിയാഗോ ലിസ്റ്റിനകത്ത് കൊണ്ടുവന്നു. പിന്നെ 3ാമത്തെ വണ്ടി ഇനീഷ്യലി നമ്മൾ നോക്കിയത് സുസുക്കിയുടെ സ്വിഫ്റ്റ് ആയിരുന്നു. ഈ 3 വണ്ടിയാണ് ഇനീഷ്യലി നമ്മൾ നോക്കിയത്. ഈ 3 ലിസ്റ്റ് വെച്ചപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ബഡ്ജറ്റ് എന്തായാലും കൂട്ടേണ്ടി വരും. അപ്പൊ 5 ലക്ഷം തൊട്ട് 7 ലക്ഷം രൂപ വരെയുള്ള വണ്ടി നോക്കാമെന്നുള്ളത് തീരുമാനിച്ചു. ഈ പറയുന്ന 5 തൊട്ട് 7 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണല്ലോ നോക്കുന്നത്. ആ വേരിയന്റിന് അപ്പൊ മാരുതി സുസുക്കി സിലേറിയോയുടെ ZXi AMT വേരിയന്റിന് വരുന്ന വിലയും നോക്കണം. ടാറ്റ ടിയാഗോയുടെ XZA AMT വേരിയന്റ് നോക്കണം. അത് കൂടാതെ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിന്റെ VXi AMT വേരിയന്റ് ആണ് നോക്കിയത്. സ്വിഫ്റ്റിന്റെ VXi AMT വേരിയന്റിന് തന്നെ നോക്കിയപ്പോഴത്തേക്ക് ബഡ്ജറ്റ് ഏകദേശം 8.42 ലക്ഷം രൂപയാണ് ഓൺ റോഡ് വരുന്നത്. നമ്മുടെ ബഡ്ജറ്റ് ആദ്യമേ 5 ലക്ഷമായിരുന്നു, അത് പിന്നെ കൂട്ടി 7 ആക്കി. വീണ്ടും ഒരു ഏകദേശം 1.5 ലക്ഷം രൂപ വീണ്ടും കൂട്ടാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആ ലിസ്റ്റിൽ നിന്ന് മാറ്റി. ഈ മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ വേറെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഞാനൊന്ന് സംസാരിച്ച് 1-2 പേരുടെ അടുത്ത് നമ്മൾ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഇങ്ങനെ ഒരു തന്നെ അടുത്ത് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ AMT തന്നെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇതേ സെയിം സെഗ്മെന്റിനകത്താണല്ലോ ഇഗ്നിസ് വരുന്നത്, എന്നാൽ പിന്നെ അത് എന്താ നോക്കാൻ? അത് പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് തന്നെ. കാരണം ഒരു ലുക്സിന്റെ ഭാഗത്ത് ആർക്കും അത്രയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു വണ്ടിയാണ് ഇഗ്നിസ്. ബാക്കിന്റെ ഒരു ഡിസൈൻ, പ്രത്യേക ഒരു ഡിസൈൻ കാരണം കൊണ്ട് എല്ലാവർക്കും അത് താല്പര്യപ്പെടുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ ബജറ്റിന് ഒത്ത ഒരു അനുസരിച്ചിട്ടുള്ള ഒരു വെഹിക്കിൾ ആണെങ്കിൽ, ഓട്ടോമാറ്റിക് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ, പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള നമ്മുടെ റിക്വയർമെന്റ്സ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അത് നോക്കിയാൽ എന്താ കുഴപ്പം? അങ്ങനെ പിന്നെ സ്വിഫ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ഇഗ്നിസ് ലിസ്റ്റിലേക്ക് കയറ്റിയത്. ആദ്യമേ നമുക്ക് മാരുതി സുസുക്കി സിലേറിയോയുടെ ZXi AMT വേരിയന്റിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം നോക്കാം. ഇപ്പൊ സിലേറിയോയുടെ ZXi AMT വേരിയന്റ് വരുന്നത് 998cc K10B പെട്രോൾ എഞ്ചിനോടെയാണ്. ഈ എഞ്ചിൻ തരുന്ന പവർ 67.05 bhp ആൻഡ് 90 Nm സ്റ്റോക്ക് ആണ്.
ട്രാൻസ്മിഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു 5-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 35 ലിറ്റേഴ്സ് ആണ്. വണ്ടിയുടെ മൈലേജ് 21.63 km/ലിറ്റർ ആണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് ഒരു റീഫ്യൂലിംഗ് സ്റ്റോപ്പിന്റെ ആവശ്യം വരത്തുള്ളൂ. ബ്രേക്സിൽ നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബ്രേക്സ് ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് വരുന്നത്. റെയർ വീൽസിനകത്ത് നമുക്ക് ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. R14 ഇഞ്ചിന്റെ സാധാ വീൽസ് ആണ് വരുന്നത് വിത്ത് ക്യാപ്. ഇതിനകത്ത് എലോയ് വീൽസിന്റെ ഓപ്ഷൻ ZXi AMTക്കകത്ത് വരുന്നതല്ല. Celerio ZXi AMTയുടെ ഡയമെൻഷൻസ് 3695 meters ലെങ്ത്, 1600 millimeters width, 1560 millimeters tall ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 165 millimeter ഉള്ളതാണ്. എക്സ്റ്റീരിയർ ലുക്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാറിന് കിട്ടുന്നത് ബോഡി കളേർഡ് ബമ്പേഴ്സ് ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMസും ബോഡി കളേർഡ് തന്നെയാണ്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ORVMസിന്റെ പുറത്ത് തന്നെ വരുന്നതാണ്. ഡോർ ഹാൻഡിൽസും ബാക്ക് ഡോറിന്റെ ഗാർണിഷും വരുന്ന ബോഡി കളറിൽ തന്നെയാണ്. ഇന്റീരിയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് സെലറിയോയുടെ ZXi AMT വേരിയന്റിനകത്ത് ഒരു നോട്ടീസബിൾ ഡ്യൂവൽ ടോൺ കളർ ഉള്ള ഡാഷ്ബോർഡ് ആണ് വരുന്നത്. ABS ആണ് ഡാഷ്ബോർഡിന്റെ മെറ്റീരിയൽ. ഇത് കൂടാതെ നമുക്ക് ഡോർ പാനലിംഗിൽ ചെറിയൊരു ഫാബ്രിക് ടച്ചും കൂടി അവർ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു പ്രീമിയം ഫീൽ വരുത്താൻ വേണ്ടിയിട്ട്. ഡാഷ്ബോർഡിനകത്ത് ഒരു സാധാരണ മ്യൂസിക് പ്ലേ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് നമുക്ക് CD പ്ലെയറും AM FM ഫംഗ്ഷനാലിറ്റി, ബ്ലൂടൂത്ത്, USB കണക്ഷൻസ് ഓപ്ഷൻസും ഉണ്ടാവും. 4 സ്പീക്കറോടെയാണ് ZXi AMT വരുന്നത്. ഓഡിയോ സിസ്റ്റത്തിനകത്ത് നമുക്ക് മാനുവൽ കൺട്രോൾസ് ആണ് വരുന്നത്. ഡ്യുവൽ നോബ്സ് ആണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. 4 ഡോറിലും നമുക്ക് പവർ വിൻഡോവിന്റെ ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. സ്റ്റിയറിംഗിനകത്ത് നമുക്ക് സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾസ് ലഭിക്കുന്നുണ്ട്. അത് കൂടാതെ സ്റ്റിയറിംഗ് വീലിനകത്ത് നമുക്ക് ടിൽറ്റ് ഫംഗ്ഷൻ ഉള്ളതാണ്. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ലുക്കുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും 2 മാനുവലോഗ് തന്നെയാണ്. ഇത് കൂടാതെ നമുക്ക് ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ, ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ഈ MIDക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ, ഗിയർ പൊസിഷൻ, ഔട്ട്സൈഡ് ടെമ്പറേച്ചറും വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി ആണ്. സിലേരിയുടെ ബാക്ക് സീറ്റ് നമുക്ക് 60-40 റേഷ്യോയിൽ ഫോൾഡബിൾ ഉള്ള ബാക്ക് സീറ്റ് ആണ്. നമുക്ക് ഒരു പാർസൽ ട്രേയും ലഭിക്കുന്നതാണ്. പക്ഷേ സിലേരിക്കകത്ത് നമുക്ക് കണ്ടത് ഏറ്റവും വലിയൊരു നമ്മുടെ റിക്വയർമെന്റിന്റെ അഗേൻസ്റ്റ് പോകുന്ന ഒരു കാര്യം, സിലേരിയുടെ ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം ലെഗ് സ്പേസ് കിട്ടത്തില്ല. ബൂട്ട് സ്പേസിന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ സിലേരിയോക്ക് 235 ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. സേഫ്റ്റിയുടെ ആസ്പെക്ട് നിന്ന് നോക്കുമ്പോഴത്തേക്ക് സിലേരിയോക്ക് വരുന്നത് 1 സൈഡ് എയർ ബാഗ് മാത്രമുള്ള ഡ്രൈവർ സൈഡിലാണ് എയർ ബാഗ് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഡേ നൈറ്റ് IRBM ഉണ്ടാവും. ABS ആൻഡ് EBD കാണും. സെൻട്രൽ ലോക്കിംഗ് ഉണ്ട്. അതല്ലാതെ ചൈൽഡ് ലോക്കും കാണും. റെയർ വാഷും റെയർ ഡീഫോഗറും ഉള്ളതാണ്. ഈ വണ്ടിക്കകത്തുള്ള ഒരു മേജർ കൺസേൺ ഞങ്ങൾ കണ്ടെത്തിയത് സേഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന്, സെലേരിയോക്ക് NCAP ടെസ്റ്റ് റേറ്റിംഗ്സിൽ ഈ വർഷം 0 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. സെലറിയോ ZXi AMTയുടെ വേരിയന്റിന് കൊല്ലത്ത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6.91 lakhs ആണ്. ഇത് നമ്മുടെ ബജറ്റിനകത്ത് ഒത്തുള്ള ഒരു എമൗണ്ട് ആണെങ്കിലും സെലറിയോ ZXi AMTയുടെ കൊല്ലത്തിലുള്ള ഓൺ റോഡ് കോസ്റ്റ് 6.91 lakhs ആണ് വരുന്നത്. ഇത് നമ്മുടെ ബജറ്റിന് ഒത്തുള്ള ഒരു എമൗണ്ട് ആണെങ്കിലും ഈ വണ്ടിക്ക് ഇത്ര ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളത് ഞങ്ങൾ ഒരു ചിന്തയിലാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ടാറ്റ ടിയാഗോയുടെ XZA AMT വേരിയന്റ് ആണ്. ടാറ്റ ടിയാഗോയുടെ XZA AMT വേരിയന്റ് വരുന്നത് 1199cc 3 സിലിണ്ടർ റെവോട്രോൺ പെട്രോൾ എഞ്ചിനാണ്. പവർ വരുന്നത് 84.48 bhp ആണ്. ടോർക്ക് 113 Nm ആണ്. ട്രാൻസ്മിഷന്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് 5-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയാണ്. വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 35 ലിറ്റേഴ്സ് ആണ്. മൈലേജ് തരുന്നത് 23.84 km/ലിറ്റർ ആണ്. അത്യാവശ്യം കുറച്ചും കൂടി മൈലേജ് സിലിയറിയേക്കാളും ഉണ്ടാവും. ഫ്രണ്ട് വീൽസിൽ വരുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ്. ബാക്ക് വീൽസിൽ വരുന്നത് ഡ്രം ബ്രേക്ക് തന്നെയാണ്. R14 ഇഞ്ചിന്റെ നോർമൽ വീൽസ് വിത്ത് അപ് ക്യാപ്പ് ആണ് വരുന്നത്. XZA AMT വേരിയന്റിനകത്ത് എലോയ് വീൽസിന്റെ ഓപ്ഷൻ വരുന്നതല്ല. ഔട്ടർ ഡയമെൻഷൻസ് നോക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ലെങ്ത് 3765 mm ആണ്. വീതി 1677 mm ആണ്. ഹൈറ്റ് 1535 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ടിയാഗോക്കകത്ത് വരുന്നത് 170 mm ആണ്. അപ്പൊ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതാണ്. എക്സ്റ്റീരിയേഴ്സിന്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക്
വണ്ടിക്ക് വരുന്നത് ബോഡി കളർഡ് ഡോർ ഹാൻഡിൽസ് ആണ്. ബോഡി കളേർഡ് തന്നെയാണ് ORVMs വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. ഫ്രണ്ട് ഗ്രില്ലിൽ ഒരു സ്റ്റൈലിഷ് ക്രോം സ്ട്രിപ്പും വരുന്നുണ്ട്. നല്ല സ്റ്റൈലിലുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് ബി പില്ലേഴ്സിൽ വരുന്നത്. ഇത് കൂടാതെ ടാറ്റ ടിയാഗോയ്ക്കകത്ത് വരുന്നത് ഇന്റിഗ്രേറ്റഡ് സ്പോയിലർ വിത്ത് പാഡ്സ് ആണ്. ലുക്കിനകത്ത് ഒരു ചെറിയൊരു ടച്ച് കൂടുതൽ തരുന്നതാണ് ഈ ഒരു ഫീച്ചർ. ടാറ്റ ടിയാഗോയുടെ ഇന്റീരിയേഴ്സിനകത്ത് ഒരു ഡ്യുവൽ ടോൺ തീം തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡ് വരുന്നുണ്ട്. അത് കൂടാതെ ഡ്യുവൽ ടോൺ ഡോർ പാനൽസും ഉണ്ടാവും. XZIയുടെ AMT വേരിയന്റിനകത്ത് വരുന്നത് ഡാഷ്ബോർഡിനകത്ത് സെൻട്രൽ ഒരു കൺസോൾ ഉണ്ടാവും. 7 ഇഞ്ചിന്റെ കണക്ട് നെക്സ്റ്റ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് ബൈ ഹാർമാൻ. ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റി ഉള്ളതാണ്. അത് കൂടാതെ 4 സ്പീക്കർ വിത്ത് 4 ട്വീറ്റേഴ്സ് ആണ് കിട്ടുന്നത്. ക്ലച്ചിന്റെ പകരം നമുക്ക് സൈഡായിട്ട് ഡ്രൈവർ ഫുഡ് റെസ്റ്റ് ഉള്ളതാണ്. ഡ്രൈവറിന്റെ ഒരു കംഫർട്ട് ലെവൽ ഇത് വെച്ചിട്ട് ഒരു അല്പം കൂടുന്നതാണ്. വണ്ടിയുടെ 4 ഡോറിലും വരുന്നത് പവർ വിൻഡോസ് തന്നെയാണ്. സ്റ്റിയറിംഗ് വീലിനകത്ത് നമുക്ക് സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾസ് ഉള്ളതാണ്. പിന്നെ ടിൽറ്റ് ഫംഗ്ഷനാലിറ്റിയും ഉള്ളതാണ്. ടിയാഗോയുടെ XZ AMT വേരിയന്റിനകത്ത് വരുന്ന അധികം വേറെ ഒരു ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ കൂളിംഗ് ഉള്ള ഗ്ലവ് ബോക്സ് ഉണ്ടാവും. ആ ഗ്ലവ് ബോക്സിനകത്ത് തന്നെ ഒരു കമ്പാർട്ട്മെന്റ് കാണും. അതിനകത്ത് ഐപാഡും ടാബ്ലറ്റും വെക്കാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഉള്ളത്. സൈഡ് എലമെന്റ്സിനകത്ത് നമുക്ക് ബോഡി കളറുള്ള ക്രോം ഫിനിഷിലൂടെയാണ് നമുക്ക് ഫിനിഷിംഗ് കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ലൊരു എലിഗന്റ് ഒരു ടച്ചാണ്. വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഫീച്ചർ കാരണം കൊണ്ട് ഒരു വ്യത്യസ്തമുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. ടാറ്റ ടിയാഗോയുടെ റെയർ സീറ്റ് നമുക്ക് ബെഞ്ച് ഫോൾഡബിൾ ഓപ്ഷനിലാണ് വരുന്നത്. ബൂട്ട് സ്പേസ് നമുക്ക് 242 ലിറ്റേഴ്സ് ആണ് കിട്ടുന്നത്. പിന്നെ പോരാഞ്ഞിട്ട് നമുക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കുവാണെങ്കിൽ ലെഗ് റൂം അത്യാവശ്യം നല്ല ഒരു ലെഗ് റൂം സ്പേസ് ആണ് കിട്ടുന്നത്. സേഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഡേ നൈറ്റ് IRBM ആണ് നമുക്ക് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് 2 എയർ ബാഗുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. പാസഞ്ചർ സൈഡിലും കാണും, ഡ്രൈവർ സൈഡിലും കാണും. പിന്നെ ABS ആൻഡ് EBD സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ചൈൽഡ് ലോക്കും കാണും. ഫോഗ് ലാംപ്സ്, റെയർ ഡീഫോഗറും റെയർ വാഷ് ഉള്ള ഓപ്ഷനും ഉള്ളതാണ്. പിന്നെ ഈ ഇടയായിട്ട് ടാറ്റയുടെ ഒട്ടുമിക്ക വണ്ടികൾക്ക് അത്യാവശ്യം നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ളതാണ് വരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നോക്കുമ്പോഴത്തേക്ക് ടാറ്റ ടിയാഗോയ്ക്കകത്ത് തന്നെ NCAP റേറ്റിംഗ്സിനകത്ത് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ടാറ്റ ടിയാഗോയുടെ XZ AMT വേരിയന്റിന്റെ കൊല്ലത്തിലുള്ള ഓൺ റോഡ് പ്രൈസ് 7.93 lakhs ആണ് വരുന്നത്. ഇത് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലായാലും നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് വണ്ടിക്കകത്ത്. ഈ ഒരു ഫീച്ചേഴ്സിലൂടെ തന്നെ ഈ 7.93 lakhs അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ് നമുക്ക് തോന്നുന്നത്. മൂന്നാമത്തെ വണ്ടി നമ്മുടെ ലിസ്റ്റിനകത്തുള്ളത് മാരുതി സുസുക്കി ഇഗ്നിസിന്റെ ഡെൽറ്റ AMT വേരിയന്റ് ആണ്. അതിന്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഇഗ്നിസ് ഡെൽറ്റ AMT വേരിയന്റിനകത്ത് നമുക്ക് ലഭിക്കുന്നത് 1193 cc-യുടെ 4 സിലിണ്ടർ VVT പെട്രോൾ എഞ്ചിൻ ആണ്. 113 Nm ടോർക്കിലൂടെ നമുക്ക് 81.80 bhp ആണ് നമുക്ക് പവർ തരുന്നത്. ട്രാൻസ്മിഷന്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 5 സ്പീഡിന്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് തരുന്നത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 32 ലിറ്റേഴ്സ് ആണ്. മൈലേജ് നമുക്ക് തരുന്നത് 20.89 km/ലിറ്റർ ആണ്. ടാറ്റ ടിയാഗോനെക്കാളും കുറച്ചും കൂടി കുറച്ചുള്ള ഒരു മൈലേജ് ആണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. ഫ്രണ്ട് വീൽസിൽ വരുന്നത് നമുക്ക് ഡിസ്ക് ബ്രേക്സ് തന്നെയാണ്. റെയർ വീൽസിൽ വരുന്നത് ഡ്രം ബ്രേക്സ് ആണ്. ഇഗ്നിസ് ഡെൽറ്റ AMTക്കകത്ത് നമുക്ക് 15 ഇഞ്ചിന്റെ ബ്ലാക്ക് റിം വീൽസ് ആണ് വരുന്നത് വിത്ത് ഹബ് ക്യാപ്പ്. വണ്ടിയുടെ ലെങ്ത് 3700 mm ആണ്. 1690 mm വീതിയുണ്ട്. അത് കൂടാതെ നമുക്ക് 1595 mm ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഈ 3 വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സിലെറിയോ ആണെങ്കിലും ടിയാഗോ ആണെങ്കിലും ഇഗ്നിസ് ആണെങ്കിലും ഇഗ്നിസിനാണ് ഹൈറ്റിൽ കുറച്ചും കൂടി കൂടുതൽ വരുന്നത്. ഇഗ്നിസിനകത്ത് പിന്നെയും നമുക്ക് കാണേണ്ട ഒരു ഫീച്ചർ ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസും ബാക്കി 2 വണ്ടിയേക്കാളും കൂടുതലാണ് തരുന്നത്. അപ്പൊ ഇത്ര ഹൈറ്റും ഇങ്ങനത്തെ ഫീച്ചേഴ്സ് കിട്ടുമ്പോഴത്തേക്ക് ഇഗ്നിസ് ഓൺ റോഡ് ആണെങ്കിൽ നമുക്ക് ഒരു മിനി SUV-യുടെ ഫീലും ലുക്ക് തന്നെയാണ് കിട്ടുന്നത്. എക്സ്റ്റീരിയേഴ്സിൽ ഇഗ്നിസിന്റെ ഡെൽറ്റ AMT വേരിയന്റിനകത്ത് വരുന്നത് ഫ്രണ്ട് ഗ്രില്ലിൽ അത്യാവശ്യം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ക്രോം ആക്സൻസും കാണാൻ പറ്റും. ബോഡി കളർഡ് ബമ്പേഴ്സ് ബോഡി കളർഡ് തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതാണ്. ബോഡി കളർഡ് ഡോർ ഹാൻഡിൽസും പിന്നെ അത് കൂടാതെ നമുക്ക് A പില്ലറിലും B പില്ലറിലും സ്റ്റൈലിഷ് ബ്ലാക്ക് ഫിനിഷ് വരുന്നത്. ഇഗ്നിസിന്റെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മേജർ ഒരു ഡിഫറെന്റ് ഉള്ള ഒരു ഫീച്ചർ ഫ്രണ്ടും ബാക്കിലും സിൽവർ ഫിനിഷിലൂടെ സ്കിഡ് പ്ലേറ്റ്സ് ആണ്. ഈ സ്കിഡ് പ്ലേറ്റ്സ് കാരണം കൊണ്ട് നമുക്ക് ആ വണ്ടിയുടെ ഒരു മിനി SUV-യുടെ ഒരു ലുക്കും കുറച്ചും കൂടി ഒരു ബൂസ്റ്റ് തരുന്നതാണ്.
പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്ക് നോട്ടീസബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് വീൽ ആർക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഡോസിനെയും ക്രോസ് ചെയ്തിട്ട് ബാക്ക് വീലിന്റെ ആർക്കും കൂടി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ്ങിന്റെ ഫിനിഷിംഗ്. ഇഗ്നിസ് ഡെൽറ്റ AMTയുടെ വേരിയന്റിനകത്ത് നമുക്ക് ഡ്യുവൽ ടോൺ തീമിലൂടെ തന്നെ ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡും ഡ്യുവൽ ടോൺ ഡോർ പാനലിങ്ങും കാണാൻ പറ്റുന്നതാണ്. സിലേറിയ പോലെ തന്നെ നമുക്ക് ഇഗ്നിസിന്റെ ഡെൽറ്റ AMT വേരിയന്റിനകത്ത് സെൻട്രൽ കോൺസോളിനകത്ത് ഒരു ബേസിക് ഓഡിയോ സിസ്റ്റം ആണ് കാണാൻ പറ്റുന്നത്. ഈ ഓഡിയോ സിസ്റ്റമിനകത്ത് നമുക്ക് ഒരു CD പ്ലെയർ കാണും, AM FMന്റെ ഫംഗ്ഷനാലിറ്റി ഉണ്ട്, ബ്ലൂടൂത്തും USB ഫംഗ്ഷനാലിറ്റി ഉള്ളതാണ്. ഈ സിസ്റ്റത്തിന്റെ കൂടെ നമുക്ക് 2 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. AMT വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഡ്രൈവർ സൈഡിൽ ഒരു ഡ്രൈവർ ഫുഡ് റെസ്റ്റും ഡ്രൈവറിന്റെ കംഫർട്ടിന്റെ ആവശ്യത്തിന് തരുന്നതാണ്. 4 ഡോറിലും നമുക്ക് പവർ വിൻഡോസിന്റെ ഓപ്ഷൻ വരുന്നതാണ്. ഇത് കൂടാതെ സ്റ്റിയറിംഗ് വീലിനകത്ത് നമുക്ക് സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾസിന്റെ ഫംഗ്ഷനാലിറ്റി ഉണ്ട്, പിന്നെ ടിൽറ്റിന്റെ ഫംഗ്ഷനും കാണും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്തും നമുക്ക് ഒരു നോർമൽ ആനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് കാണാൻ പറ്റുന്നത്. സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും രണ്ടും ആനലോഗ് തന്നെയാണ്, പക്ഷെ ബാക്ക് ലൈറ്റ് കാണും. ആ ബാക്ക് ലൈറ്റ് കാണാൻ കൊണ്ട് ഒരു ചെറിയൊരു നല്ല വ്യത്യസ്തമുള്ള ഒരു ഫീലാണ്. ഇത് കൂടാതെ നമുക്ക് ഒരു MID കാണാൻ പറ്റും സൈഡിൽ. AC വെന്റ്സിനകത്ത് നമുക്കൊരു ക്രോം ആക്സെന്റ് ഫിനിഷ് കാണാൻ പറ്റുന്നതാണ്. റെയർ സീറ്റ് 60-40 റേഷ്യോയിൽ ഫോൾഡബിൾ ആണ്. ഇത് കൂടാതെ നമുക്ക് ബൂട്ട് സ്പേസിൽ നോക്കുമ്പോഴത്തേക്ക് ഇഗ്നിസ് ഡെൽറ്റ AMTക്കകത്ത് നമുക്ക് കിട്ടുന്നത് 260 ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് ആണ്. ഇത് കൂടാതെ നമുക്ക് റെയർ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും കാണും, ഹെഡ് റൂമും കാണും. സേഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇഗ്നിസിന്റെ ഡെൽറ്റ AMT വേരിയന്റിനകത്ത് വരുന്നത് ഡേ ലൈറ്റ് IRBM കാണും. ഇത് കൂടാതെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, സ്പീഡ് സെൻസിങ് ഓട്ടോ ലോക്കും കാണും. ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിലും എയർ ബാഗ്സ് ഉള്ളതാണ്. ABS ആൻഡ് EBD ഫംഗ്ഷൻസ് ഉണ്ട്, റിമോട്ട് കീലെസ് എൻട്രി ഫംഗ്ഷനും ഉണ്ട്, സെൻട്രൽ ലോക്കിങ്ങും ചൈൽഡ് ലോക്ക് ഫംഗ്ഷനും ഉള്ളതാണ്. ഗ്ലോബൽ എൻകാപ് റേറ്റിംഗിനകത്ത് മാരുതി സുസുക്കി ഇഗ്നിസിന് കിട്ടിയേക്കുന്നത് 3 സ്റ്റാറിന്റെ റേറ്റിംഗ് ആണ്. ടിയാഗോയുടെ അത്ര മെച്ചപ്പെട്ടുള്ള ഒരു റേറ്റിംഗ് അല്ല, പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഒരു റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് ഇത് നമുക്ക് ഓക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയായിട്ടാണ് തോന്നുന്നത്. ടാറ്റ ടിയാഗോയെ പോലെ തന്നെ നമുക്ക് മാരുതി സുസുക്കി ഇഗ്നിസിന്റെ ഡെൽറ്റ AMT വേരിയന്റ് കൊല്ലത്ത് വരുന്ന ഓൺ റോഡ് പ്രൈസ് 7.91 lakhs ആണ്. ഇതും നമ്മുടെ ബജറ്റിന്റെ പുറത്താണെങ്കിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ്, അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടി ആയതുകൊണ്ടും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സേഫ്റ്റി റേറ്റിംഗ് ഉള്ളത് കൊണ്ട് ഈ വണ്ടിയും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പോരാഞ്ഞിട്ട് നമുക്ക് ഒരു പക്ഷേ നെഗോസിയേഷൻ ചെയ്തിട്ട് നമുക്ക് റേറ്റ് ഒരു പക്ഷേ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കാം. ഡിസ്കൗണ്ട്സ് വല്ലതും ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് നല്ലത് തന്നെ ആയിരിക്കും. അപ്പൊ അവസാനം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സിലേറിയോ എന്തായാലും നമുക്ക് അത്രയ്ക്ക് വാല്യൂ ഫോർ മണി ആയിരിക്കും തോന്നുന്നില്ല. പക്ഷെ ടാറ്റ ടിയാഗോയ്ക്കകത്ത് വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നു. ഇഗ്നിസിന്റെയും കൂടെ ഈ ഡെൽറ്റ AMT വേരിയന്റിനകത്ത് കുഴപ്പമില്ലാത്ത ഒരു ഫീച്ചേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഈ 3 വണ്ടികളിൽ നിന്ന് നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണുക. ഇപ്പൊ നിങ്ങൾ ഈ സ്ഥാനത്താണെങ്കിലും നിങ്ങൾക്ക് ഈ 3 വണ്ടികളിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും കമന്റ്സിൽ അറിയിക്കുക. Please do like, share and subscribe. Remember to hit the bell icon to receive notification of when we post our next video. Till the next time, this is Sean from RS Pro Wheels signing off.